എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിരുവീടിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന SLC പരീക്ഷാ ഫലം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. A+ന്റെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായിട്ടുണ്ട്. വിജയ ശതമാനത്തിനും കൂടുതലുണ്ട്. റിസൾട്ട് 4 മണി മുതലാണ് ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ഇൻഡിവിജ്വൽ റിസൾട്ട് ലഭ്യമാകുക. വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. SLC പബ്ലിക് എക്സാം റിസൾട്ട് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന കേരളത്തിലെ 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ കാത്തിരുന്നൊരു റിസൾട്ടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ PRD ചേംബറിൽ ഇപ്പോൾ ലൈവായിട്ട് പത്രസമ്മേളനത്തോടു കൂടി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ റിസൾട്ട് ഔദ്യോഗിക വിദ്യാർത്ഥികളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് നിങ്ങൾക്ക് 4 മണി മുതലായിരിക്കും ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ലഭ്യമാകുക. 99.5% വിജയം. 99.5%. ഞാൻ പറഞ്ഞിരുന്നു എല്ലാ വർഷവും SLCയിൽ 99 മേലെ വിജയ ശതമാനം ഉണ്ടാകും. അത് ഇത്തവണയും ആവർത്തിച്ച് 99.5% ഇത്തവണത്തെ വിജയം. ഈ 61,449 വിദ്യാർത്ഥികൾക്കാണ് ഫുൾ A+. 61,449 പേര്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് A+കളുടെ എണ്ണത്തിൽ കൂടുതലുണ്ട്. ഏറ്റവും കൂടുതൽ പേർ വിജയിച്ചത് കണ്ണൂർ ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ പേർ വിജയിച്ചത് കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറവ് വിജയ ശതമാനം തിരുവനന്തപുരം ജില്ലയാണ്. ജില്ലയിലുമാണ്. എന്തായാലും നല്ലൊരു റിസൾട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് 4 മണി മുതൽ വെബ്സൈറ്റുകളിൽ റിസൾട്ട് ലഭ്യമാവും. അപ്പോൾ പുതിയ കാണുന്നവരുമായി നമസ്കാരം. ഫൗണ്ടർ ഓഫ് സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.